പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഷാലോം TV നടത്തുന്ന ധ്യാനത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണിന്ന്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പാപത്തെക്കുറിച്ചും പാപപ്പൊറുതിയെക്കുറിച്ചുമാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിലും ചില വെളിച്ചങ്ങൾ നൽകി ഒരു നല്ല കുമ്പസാരം നടത്താൻ നിങ്ങളെ ഒരുക്കുകയാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംസാരിക്കുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. കാൾ റാനർ എന്ന് പറയുന്ന പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞൻ പറയുകയുണ്ടായി, എവറി മോമെൻറ്റ് ഈസ് എ സാക്രമെൻറ്റ്. ഓരോ നിമിഷവും ഓരോ കൂദാശയാണെന്ന്. കൂദാശകൾ കാണപ്പെടാത്ത ദൈവപ്രസാദത്തെ കാണപ്പെടുന്ന രൂപങ്ങളിലൂടെ നമുക്ക് എത്തിക്കുന്ന മാധ്യമങ്ങളാണല്ലോ. ഓരോ നിമിഷവും ഓരോ കുദാശയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും നന്മയാകട്ടെ ചീത്തയാകട്ടെ അതിലൂടെയൊക്കെ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ വരപ്രസാദം നമ്മിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന അവസരത്തിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് ധാരാളം പ്രചോദനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് ലൂക്കായുടെ സുവിശേഷം അധ്യായം 15 ഇവയൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. പാപത്തെക്കുറിച്ചും പാപപ്പൊറുതിയെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഒന്നാമതായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, God never keeps an account of your sins. God never keeps an account of your sins. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ദൈവം ഒരിക്കലും കണക്കെഴുതി സൂക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്താഗതി നമ്മളിലൊക്കെ ഉണ്ട്. ദൈവത്തെ നമ്മൾ പലപ്പോഴും കാണുന്നത് ഒരു പോലീസ്മാൻ ദൈവമായിട്ടാണ്. നമ്മുടെ കൊച്ചു കൊച്ചു കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നമ്മളെ ശിക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ പിന്നാലെ നടക്കുന്ന ദൈവം. എന്നാൽ ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ബൈബിളിൻ്റെ ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ നമ്മളെ പഠിപ്പിക്കുന്നത് ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ്. അപ്പം ദൈവം ഒരിക്കലും നമ്മുടെ പാപങ്ങളെ കണക്കെഴുതി സൂക്ഷിക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഒരിക്കലും അൽമായൻ, അയാൾക്ക് എപ്പോഴും കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. പല കാര്യങ്ങളെപ്പറ്റിയും കർത്താവ് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. ഇക്കാര്യം എങ്ങനെയെങ്കിലും മെത്രാനെ അറിയിക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഒരു ദിവസം മെത്രാസന മന്ദിരത്തിൽ പോയി സെക്രട്ടറിയോട് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചു. സെക്രട്ടറി പറഞ്ഞു, പിതാവ് ഇന്ന് തിരക്കിലാണ്, എങ്കിലും അല്പസമയം തരാനായിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് മെത്രാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മെത്രാൻ ആദ്യം കുശലൊക്കെ പറഞ്ഞതിന് ശേഷം എന്തിനാണ് വന്നതെന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പിതാവേ, എല്ലാ ദിവസവും രാത്രിയിൽ
യേശു എനിക്ക് പ്രത്യക്ഷപ്പെടുകയാണ്, പല കാര്യങ്ങളെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നു. ഈ കാര്യം അങ്ങയോടൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നതാണ്. ഈ മെത്രാൻ ഇദ്ദേഹത്തെ വളരെ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. ഇന്ന് ഈ ദർശനക്കാർ ഏറ്റവും കൂടുതലുള്ള ഒരു കാലഘട്ടമാണ്. എല്ലാ ദർശനങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മെത്രാൻ ഇദ്ദേഹത്തെ വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇയാളോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യ്, ഇനിയും യേശുക്രിസ്തു നിനക്ക് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നിൻ്റെ മെത്രാൻ്റെ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയുക, എന്നിട്ട് എന്നോട് വന്ന് സംസാരിക്കുക. ആൾ എഴുന്നേറ്റ് മെത്രാൻ്റെ കൈമുത്തി വളരെ ഹാപ്പിയായി, വളരെ സന്തോഷത്തോടു കൂടി പുറത്തേക്ക് പോവുകയാണ്. മെത്രാൻ വിചാരിച്ചു അതോടെ എല്ലാം അവസാനിച്ചു എന്ന്. ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു. തികച്ചും അപ്രതീക്ഷിതമായ ഒരു ദിവസം മെത്രാനെ കാണുന്നതിന് വേണ്ടി ഈ മനുഷ്യൻ വീണ്ടും വരികയാണ്. മെത്രാൻ്റെ മുറിയിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. തനിക്ക് കിട്ടുന്ന ദർശനങ്ങളെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ മെത്രാൻ ചോദിച്ചു, കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നില്ലേ? എൻ്റെ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയണമെന്ന്. അയാൾ പറഞ്ഞു, പിതാവ് പറഞ്ഞതുപോലെ ഞാൻ ചോദിച്ചു. മെത്രാൻ ചോദിച്ചു, എന്താണ് പറഞ്ഞത്? ഇയാൾ വരെ നാടകീയമായിട്ടെല്ലാം അവതരിപ്പിക്കുന്ന രീതിയിലാണ്. ഇയാൾ പറഞ്ഞു, ഇന്നലെ രാത്രി പാതിരാ സമയം എൻ്റെ മുറി മുഴുവനും വെളിച്ചമായിരുന്നു. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ യേശുക്രിസ്തു എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. യേശുക്രിസ്തു എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ യേശുവിനോട് ചോദിച്ചു, നിർത്ത്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അപ്പം യേശു ചോദിച്ചു, എന്താ കാര്യം? എൻ്റെ മെത്രാൻ്റെ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആ കാര്യം ചെന്ന് അദ്ദേഹത്തോട് പറയുകയാണെങ്കിൽ അങ്ങ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അദ്ദേഹം വിശ്വസിക്കും. അപ്പോൾ മെത്രാൻ വളരെ ജിജ്ഞാസയായി. വീണ്ടും മെത്രാൻ ചോദിക്കുകയാണ്, എന്താ പറഞ്ഞത്, പറയൂ. അപ്പം അയാൾ പറഞ്ഞു, കുറച്ചു നേരം എന്നെ നോക്കി നിശബ്ദനായിട്ട് കർത്താവ് നിന്നു. അതിനുശേഷം എന്നോട് പറയുകയാണ്, ഞാൻ ആരുടെയും പാപങ്ങൾ കണക്കെഴുതി സൂക്ഷിക്കാറില്ല. ആരെങ്കിലും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് മാപ്പ് അപേക്ഷിക്കുന്നുവെങ്കിൽ ഞാൻ എന്നേക്കുമായി ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരുപക്ഷെ കെട്ടിച്ചമച്ചൊരു കഥയായിരിക്കാം. പക്ഷേ ഈ കഥയിൽ ബൈബിളിൻ്റെ മുഴുവൻ സന്ദേശവുമുണ്ട്. ദൈവം ആരുടെയും പാപങ്ങൾ കണക്കെഴുതി സൂക്ഷിക്കാറില്ല. മനസ്തപിച്ച് മാപ്പ് ചോദിച്ച് നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, God hates sin, but not the sinner. ദൈവം പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. ഏറ്റവും വലിയ ഉദാഹരണം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ മോശയുടെ നിയമമനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം. പക്ഷേ യേശു പറയുകയാണ്, ലോകമെമ്പാടുമുള്ള ആളുകൾ ഇന്നും ഉരുട്ടുകൊണ്ടിരിക്കുന്ന ആ വാചകം, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ. നമ്മളവിടെ വായിക്കുന്നു, ആരും കല്ലെറിയാതെ തിരിച്ചുപോയി. കാരണം അവരെല്ലാം പാപികളാണെന്നുള്ള ബോധം അവർക്കുണ്ടായിരുന്നു. ചിലർ പറയുന്നുണ്ട്, ഇന്നത്തെ തലമുറയോടാണ്
കർത്താവ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ കല്ലെറിയുമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം പലർക്കും ഇന്ന് പാപബോധമില്ല. അവനവൻ്റെ പാപത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. മറ്റുള്ളവരുടെ പാപത്തെക്കുറിച്ചാണ് അവൻ്റെ കരുതലും അവൻ്റെ ചിന്തയും എല്ലാം നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ചിത്രമാണ് ആ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. യേശു ഒരിക്കലും അവളുടെ പാപത്തെ അംഗീകരിക്കുന്നില്ല. മറിച്ച് ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവം അവളെ സ്നേഹിക്കുന്നു. കർത്താവ് അവളെ സ്നേഹിക്കുന്നു. അവൾ പറയുകയാണ്, പൊയ്ക്കൊള്ളൂ, നീ ഇനിമേലിൽ പാപം ചെയ്യരുത്. അതായത് നീ പാപത്തിൽ ജീവിച്ചവളാണ്, ഇനി നീ പാപം ചെയ്യാതെ ജീവിച്ചാൽ മതി എന്നുള്ള ആ വാചകം. നമ്മളും കുമ്പസാരക്കൂടിന് അഭയം പ്രാപിക്കുമ്പോൾ, വൈദികനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഇത് തന്നെയാണ്. ദൈവം നമ്മളോട് പറയും, നീ പൊയ്ക്കൊള്ളൂ, നിൻ്റെ പാപത്തെ ഞാൻ വെറുക്കുന്നു, പക്ഷേ പാപിയായ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന്. കുമ്പസാരക്കൂട്ടിൽ ചെന്ന് പറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കഴിയുമ്പോൾ ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ എത്ര സന്തോഷത്തോടുകൂടി രക്ഷകനെ രക്ഷ കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പോയോ, അതുപോലെ തന്നെ നമുക്കും പറയുവാനായിട്ട് സാധിക്കും. മൂന്നാമതായി, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർക്കാവുന്ന മറ്റൊരു കാര്യം, when you take one step towards God, God takes many steps towards you. നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്ത് ദൈവത്തെങ്കിലേക്ക് പോകുമ്പോൾ ദൈവം ധാരാളം സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. ഏറ്റവും വലിയ ഉദാഹരണം ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായമാണ്. ധൂർത്തനായ പുത്രൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, പക്ഷെ പശ്ചാത്തപിച്ച് മനസ്തപിച്ച് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ, അപ്പൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ, ആ അപ്പൻ ധാരാളം സ്റ്റെപ്പുകൾ എടുത്ത് അവൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നുകൊണ്ട് അവനെ ആലിംഗനം ചെയ്ത്, അവന് ഉമ്മകൾ കൊടുത്ത്, അവന് പുതിയ വസ്ത്രം നൽകി, അവന് പുതിയ ചെരുപ്പുകൾ സമ്മാനിച്ച് അവനെ സ്വീകരിക്കുന്ന ദൈവമാണ്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ തയ്യാറാകണം. ലോർഡ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കണം, ഞാൻ പാപം ചെയ്തു പോയി എന്ന് നമ്മൾ പറയുമ്പോൾ ആ സമയം ദൈവം നമ്മുടെ അടുക്കലേക്ക് വരും. പ്രത്യേകിച്ച് കത്തോലിക്കരായ നമ്മൾ കുമ്പസാരക്കൂടിന് അഭയം പ്രാപിക്കുമ്പോൾ ആ കുമ്പസാരക്കൂട്ടിലേക്ക് നഗ്നനായി എന്ന് വെച്ചാൽ ലജ്ജയോടുകൂടി നാണത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്, നമ്മൾ ചെയ്ത പാപങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട്. പക്ഷേ ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ ആലിംഗനം ചെയ്ത് നമുക്ക് ഉമ്മകൾ നൽകി നമുക്ക് ദൈവപ്രസാദത്തിൻ്റെ വസ്ത്രങ്ങൾ നൽകി നമ്മളെ അവിടെ തിരിച്ചയക്കുകയാണ്. കുമ്പസാരക്കൂട് അലിവിൻ്റെ കൂടാരമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ നമ്മൾ കണ്ടുമുട്ടുന്നത് ആ കുമ്പസാരക്കൂട്ടിലാണ്. അവിടെ ഇരിക്കുന്ന വൈദികൻ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പ്രതിനിധിയാണ്. ആ വൈദികനോട് നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നിങ്ങൾ ഏറ്റുപറയുന്നത് ദൈവത്തോടാണ്, കർത്താവിനോടാണ്. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത് ദൈവം തന്നെയാണ്. നിങ്ങളെ കൈ നീട്ടി സ്വീകരിക്കുന്നതും ദൈവമാണ്. അതുകൊണ്ട് ഈ കുറ്റബോധത്തിൻ്റെ ജീവിതം നയിക്കാതെ
കുറ്റബോധമെല്ലാം കളഞ്ഞുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഈ ക്രിസ്മസ് കാലത്ത് നമ്മളെ പണ്ട് മുതലുള്ള ഒരു പാരമ്പര്യമാണ് ക്രിസ്മസിന് മുമ്പ് ഒരു നല്ല കുമ്പസാരം നടത്തുക എന്നുള്ളത്. പലിവിൻ്റെ കൂടാരമായ കുമ്പസാരക്കൂടിനെ അഭയം പ്രാപിച്ചുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ സൗഖ്യമുള്ളവരായിത്തീരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കുമ്പസാരത്തെക്കുറിച്ച് പലരും പലതൊക്കെ പറയുന്നുണ്ട്. ഇത് നൂറ്റാണ്ടുകളായിട്ട് സഭയിൽ നിലനിൽക്കുന്ന ഒരു പാരമ്പര്യമാണ്. ആ കുമ്പസാരക്കൂടിന് അഭയം പ്രാപിച്ച് വിശുദ്ധരായിത്തീർന്ന പാപികൾ നിരവധിയാണെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒരിക്കലും ചെറുപ്പക്കാരൻ്റെ സംസാരം ഞാൻ കേൾക്കുകയുണ്ടായി. ഒരു ധ്യാനത്തിൽ ആ ചെറുപ്പക്കാരൻ സാക്ഷ്യം പറഞ്ഞതാണ്. പള്ളിപ്പോക്ക് നിർത്തി, ബൈബിൾ വായന നിർത്തി, വിശ്വാസമില്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന കാലം. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നി പള്ളിയിൽ പോകണമെന്ന്. പള്ളിയിൽ പോയി കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. നോക്കിയപ്പോൾ അച്ഛൻ കുമ്പസാരക്കൂട്ടിലിരിക്കുന്നു. കുമ്പസാരിച്ചിട്ട് 20 വർഷക്കാലമായിരുന്നു. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ കുമ്പസാരക്കൂടിന് അഭയം പ്രാപിച്ചു. 20 വർഷമായിട്ട് ഞാൻ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ചെന്ന് എൻ്റെ പാപഭാരം എല്ലാം അവിടെ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന വൈദികനോട് ഏറ്റുപറഞ്ഞു. വൈദികൻ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. നീ നടന്ന വഴികളെല്ലാം മോശമായിരുന്നു, പാപത്തിൻ്റെ താഴ്വരയിലൂടെ നടക്കുകയായിരുന്നു. പക്ഷേ ആ പാപത്തിൻ്റെ താഴ്വരയിൽ നിന്നും ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. പാപത്തിൻ്റെ കയത്തിൽ നിന്നും വിശുദ്ധിയുടെ സമൃദ്ധിയിലേക്ക് നീ ഇന്ന് കടന്നു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട മകനെ, ഇന്ന് കർത്താവ് നിന്നോട് പറയുന്നു, നീ പൊയ്ക്കൊള്ളുക, നിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ആ വൈദികൻ്റെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ആ പള്ളിയിൽ വന്ന് വീണ്ടും മുട്ടുകുത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് വലിയ ശാന്തി ലഭിച്ചതായി എനിക്ക് തോന്നി. സൗഖ്യമുള്ള മനുഷ്യനായി ഞാൻ തീർന്നു. എൻ്റെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ഹൃദയത്തിനുമെല്ലാം ആ കുമ്പസാരം വഴി സൗഖ്യമാണ് ലഭിച്ചതെന്ന് ആ ചെറുപ്പക്കാരൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പറയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ നിങ്ങളും, ഞാൻ വീണ്ടും പറയുന്നു, അലിവിൻ്റെ കൂടാരമായ കുമ്പസാരക്കൂടിനെ അഭയം പ്രാപിച്ചുകൊണ്ട് പാപങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് കുമ്പസാരിക്കുമ്പോൾ കളവ് പറയരുത്, എല്ലാം ഏറ്റുപറയണം, സത്യസന്ധമായി പറയണം. അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കാനിരിക്കുന്ന കർത്താവ് നിങ്ങളിലേക്ക് കടന്നു വരും. ഇറ്റ് ബിക്കംസ് എൻ എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലായിത്തീരും ആ കുമ്പസാരം. ഓരോ കൂദാശയും ക്രിസ്തുവുമായിട്ടുള്ള കണ്ടുമുട്ടലാണ്. കുമ്പസാരം എന്ന കൂദാശ നമ്മളോട് ക്ഷമിക്കുന്ന ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന രംഗമാണ്. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നാലാമതായിട്ട്, ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ദൈവം നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കുന്നു, പുതിയ മനുഷ്യരാക്കുന്നു. നിങ്ങളിൽ സംഭവിച്ച പരിവർത്തനം നിങ്ങളെ നവസൃഷ്ടികളാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായമാണ്. സക്കേവൂസിൻ്റെ കഥ. സക്കേവൂസ് പാപിയായിരുന്നു പ്രിയപ്പെട്ടവരെ. പക്ഷേ കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ എന്താണ് പറയുന്നത്? എൻ്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. ഞാൻ ആരുടെയെങ്കിലും എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു.
കർത്താവ് പറഞ്ഞത് എന്താണ്? ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന്. നിങ്ങളും ഒരു നല്ല കുമ്പസാരമൊക്കെ കഴിച്ച് പുറത്തേക്ക് വന്നുകൊണ്ട് ഇനി പാപം ചെയ്യില്ല എന്നും ചെയ്ത പാപങ്ങൾക്ക് ഞാൻ പരിഹാരം ചെയ്യുമെന്നും പറയുകയാണെങ്കിൽ കർത്താവ് പറയും, ഇന്ന് നിനക്കും നിൻ്റെ കുടുംബത്തിനും രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന്. ഈ ക്രിസ്മസിന് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നമുക്ക് വീണ്ടും ഞാൻ പറയുകയാണ്, ഒരു നല്ല കുമ്പസാരം നടത്തി അതിന് വേണ്ടി ഒരുങ്ങാം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ അപ്പത്തിൻ്റെ രൂപത്തിൽ നമുക്ക് സ്വീകരിക്കാം. ആ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും അത്. ഈ അനുഗ്രഹം നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയുമ്പോൾ, ഓരോ പ്രാവശ്യം കുമ്പസാരക്കൂടിന് അഭയം പ്രാപിക്കുമ്പോഴും എനിക്ക് എത്രയോ കൃപകളാണ് ദൈവം അതിലൂടെ നൽകിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. പല മാർപ്പാപ്പമാരും എല്ലാ ദിവസവും കുമ്പസാരിക്കുമായിരുന്നു പറയുന്നു. പല വിശുദ്ധന്മാരും എല്ലാ ദിവസവും കുമ്പസാരിക്കുമായിരുന്നു. എന്തുകൊണ്ടാണത്? ഇതൊരു കൂദാശയാണ്. ആ കൂദാശ സ്വീകരിക്കുന്നവർ ദൈവത്തിൻ്റെ വരപ്രസാദം, ദൈവത്തിൻ്റെ കൃപ എന്നിലേക്ക് നിറഞ്ഞൊഴുകുകയാണെന്നുള്ള സത്യമാണത്. അപ്പോൾ ഇക്കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. അതുപോലെ തന്നെ പാപത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. പാപമെന്ന് പറയുന്നത് ബന്ധങ്ങളിലുള്ള ഉലച്ചിലാണ്, ബന്ധങ്ങളിലുള്ള തകർച്ചയാണ്. മനുഷ്യരോടുള്ള ബന്ധത്തിൽ, ദൈവത്തുമായിട്ടുള്ള ബന്ധത്തിൽ, പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധത്തിൽ, നിങ്ങളോട് തന്നെയുള്ള ബന്ധത്തിൽ വരുന്ന ഒരു മാറ്റമാണത്. മറ്റൊന്ന് പാപത്തെക്കുറിച്ച് പറയാവുന്നത്, ചക്രവാളം ചുരുങ്ങുന്നത്, ദർശനങ്ങൾ ചുരുങ്ങുന്നത്, ആകാശം ചുരുങ്ങുന്നത് പാപമാണ്. നമ്മൾ ധാരാളം കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കേൾക്കുന്നു. പക്ഷെ നമ്മളുടെ സങ്കുചിത മനസ്ഥിതി മൂലം മനുഷ്യരെല്ലാവരും നമ്മൾ സ്വീകരിക്കില്ല. പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യരെ നമ്മൾ അകറ്റി നിർത്തും. എല്ലാവരെയും അംഗീകരിക്കുവാനും എല്ലാവരെയും സ്വീകരിക്കുവാനും എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഏത് ജാതിയിലുള്ളവരായിക്കൊള്ളട്ടെ, ഏത് മതത്തിലുള്ളവരായിക്കൊള്ളട്ടെ, അവരെയൊക്കെ സ്വീകരിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ആകാശം, നമ്മുടെ ദർശനങ്ങൾ വിശാലമായിരിക്കും. അത്തരത്തിലുള്ളൊരു ദർശനം നമുക്ക് ക്രിസ്മസിലുണ്ടാകാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. ആകാശം ചുരുങ്ങുന്നത്, ചക്രവാളങ്ങൾ ചുരുങ്ങുന്നത്, ദർശനങ്ങൾ ചുരുങ്ങുന്നത് പാപമാണെന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. ഈ ലോകത്തിലേക്ക് കർത്താവ് വന്നത് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു കൂട്ടം ആളുകളെ മാത്രമല്ല, എല്ലാ മനുഷ്യരെയും രക്ഷിക്കുന്നതിന് വേണ്ടി. തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കേണ്ടതിന് തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം മനുഷ്യരെ അത്രമാത്രം സ്നേഹിച്ച ദൈവത്തെയാണ് പുൽക്കൂട്ടിൽ നമ്മൾ കാണുന്നത്. പുൽക്കൂട്ടിൽ ദൈവം ചെറുതായി, പുൽക്കൂട്ടിൽ ദൈവം എളിമയുള്ളവനായി, പുൽക്കൂട്ടിൽ ദൈവം സ്വയം ഇല്ലാതായി എന്ന് പറയാൻ സാധിക്കും. ദൈവം മനുഷ്യനായ ആ ക്രിസ്മസ് ദിവസത്തിൽ പുതിയൊരു മനോഭാവം നമ്മളിലുണ്ടാകാൻ, പുതിയൊരു മനസ്സുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വരുന്ന ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വരങ്ങൾ ലഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശക്തി
തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിൽ അങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഷാലോം നടത്തുന്ന ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള ഈ ധ്യാനത്തിലേക്ക് 3-ാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വചനം വഴി കേട്ടത് പാപത്തെക്കുറിച്ചും പാപപ്രവൃത്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുമാണ്. ആത്യന്തികമായി പാപബോധം ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളിലേക്ക് കൂടുതലായി കടന്നു വരിക. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുമ്പോഴാണ് നല്ല കുമ്പസാരം നടത്തി നമുക്ക് ദൈവത്തെങ്കിലേക്ക് അടുക്കുവാൻ കഴിയുന്നത്. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരുക്കുന്നതിന് വേണ്ടി ഒരു ഗാനം ആലപിക്കുകയും ചെയ്യാം. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമിൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമിൻ പാപം ഞാനേറ്റു ചൊല്ലിടാം.
പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. എൻ്റെ കർത്താവിൻ്റെ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ അടഞ്ഞിരിക്കുന്ന ഈ ദാസരങ്ങ് കടാക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കുന്നതിന് വേണ്ടി എളിമയും അനുതാപവും അങ്ങയുടെ വചനത്തോടുള്ള വിധേയത്വവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുവചനം കേട്ട് ആ തിരുവചനത്തോട് ശരിയായിട്ട് ഉത്തരം നൽകാതിരുന്നതിന് ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ഒരിക്കലും കണക്കെഴുതി സൂക്ഷിക്കുന്നവനല്ല എന്ന് ബൈബിളിൽ ഉടനീളം അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. കണക്കെഴുതി സൂക്ഷിക്കാത്ത അങ്ങയുടെ അടുക്കലേക്ക് വരാൻ തീക്ഷ്ണത കാണിക്കാത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കർത്താവേ, അങ്ങ് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നുവല്ലോ. പാപത്തെ വെറുത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന അങ്ങയിലേക്ക് വരാൻ അമാന്തം കാണിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കർത്താവേ, അങ്ങയിലേക്ക് ഞങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വരുമ്പോൾ ധാരാളം സ്റ്റെപ്പുകൾ എടുത്തിട്ട് അങ്ങ് ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്നുവല്ലോ. ധൂർത്തപുത്രൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അങ്ങനെയാണല്ലോ. ഒരു സ്റ്റെപ്പ് പോലും എടുക്കുവാൻ കഴിയാതെ നിരാശരായി അങ്ങിൽ നിന്നും മാറി നിൽക്കുന്ന ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കർത്താവെ, അങ്ങയെ കണ്ടുമുട്ടുന്നതിലൂടെയാണല്ലോ ഞങ്ങളുടെ ജീവിതം പരിവർത്തനത്തിന് മാനസാന്തരത്തിന് വിധേയമാകുന്നത്. സക്കേവൂസ് അങ്ങയെ കണ്ടുമുട്ടുന്നത് വഴി ജീവിതത്തെ മുഴുവനും മാറ്റിമറിച്ച് അങ്ങ് അദ്ദേഹത്തെ ഒരു പുതിയ സൃഷ്ടിയാക്കി പുതിയ ഒരു മനുഷ്യനാക്കി തീർത്തുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അങ്ങയെ കണ്ടുമുട്ടാതെ പഴയ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിനെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുകയും വേദനിക്കുകയും അങ്ങയോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. കരുണ തോന്നണേ,
കർത്താവേ, അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വിശാലമായ ദർശനങ്ങൾ നൽകി എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും പഠിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ആകാശം ചുരുങ്ങിയതിനെ ഓർത്ത്, ചക്രവാളം ചുരുക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ ദർശനങ്ങൾ ചെറുതാക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുകയും വേദനിക്കുകയും അങ്ങയോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നു. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഞങ്ങൾക്ക് കഴിവുകളും സമ്പത്തും ആരോഗ്യവും മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും എല്ലാം തന്നങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ആ അനുഗ്രഹങ്ങളെല്ലാം ഓർക്കാതെ മറവി രോഗം പിടിപെട്ടവരെ പോലെ ജീവിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുകയും അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കർത്താവേ, ഞങ്ങൾ അമർത്യരാണെന്ന് കരുതി, ഞങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തികളാണെന്ന് കരുതി മുന്നോട്ട് പോയതിനും അങ്ങയെ തിരസ്കരിച്ചതിനും ഞങ്ങൾ മരിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ വിഡ്ഢികളെ പോലെ ജീവിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുകയും വേദനിക്കുകയും അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പാപത്തിൻ്റെ താഴ്വരയിലൂടെ നടന്നുകൊണ്ട് പാപത്തിൻ്റെ കുഴിയിലേക്ക് വീണ് അനേകം പാപങ്ങൾ ചെയ്തുകൊണ്ട് നിന്നിൽ നിന്നും അകന്നുപോയ ഞങ്ങളെ നിനക്ക് സമർപ്പിച്ചുകൊണ്ട് നിന്നോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അങ്ങയുടെ കാൽപാദത്തിൽ വന്ന് വീണുകൊണ്ട് അങ്ങയോട് മാപ്പ് അപേക്ഷിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. യൂദാസ് ചെയ്തത് വലിയൊരു തെറ്റായിരുന്നു. ഏതാനും ചില നാണയങ്ങൾക്ക് വേണ്ടി അങ്ങയെ ഒറ്റിക്കൊടുത്തു. എങ്കിലും യൂദാസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കാതെ, അങ്ങയുടെ സ്നേഹത്തിൽ ആശ്രയിക്കാതെ ആ കഴുമരത്തിൽ പോയി തൂങ്ങിച്ചത്തതാണല്ലോ. അങ്ങയുടെ കാരുണ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങൊരിക്കലും അദ്ദേഹത്തോട് ക്ഷമിക്കില്ല എന്ന് കരുതിക്കൊണ്ട് ആത്മഹത്യ ചെയ്തതാണല്ലോ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ കഴുമരത്തിൽ പോയി തൂങ്ങിച്ചാകുന്നതിന് പകരം നിന്റെ പാദാന്തികത്തിൽ വന്ന് നിന്നോട് മാപ്പ് ചോദിച്ചിരുന്നുവെങ്കിൽ നീ ധൂർത്തപുത്രനെ പോലെ ആ മകനെ സ്വീകരിക്കുമായിരുന്നുവല്ലോ. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കാരുണ്യവും ചോദ്യം ചെയ്തുകൊണ്ട് നിരാശയുടെ കയത്തിലേക്ക് വീണ് നിന്റെ ശിഷ്യത്വം നഷ്ടപ്പെടുത്തിയ യൂദാസിനെ ഞങ്ങൾ ഓർക്കുന്നു. അത്തരത്തിലുള്ള നിരാശ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കരുതെന്ന് പ്രത്യാശയോടുകൂടി അങ്ങയിലേക്ക് തിരിച്ചു വരുവാനുള്ള വരം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ
ദൈവ പൈതലിൽ നിന്ന് നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്തു കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ, പാപിയാണു ഞാൻ. ഒരു നാളിലെന്നെ പേർ ചൊല്ലി വിളിച്ചൻ മാതാവിനുദരത്തിൽ വളർത്തി. പിന്നെയോ പൈതലായി മാറോടു ചേർത്തു മഹിതലെ കാത്തു പുലർത്തി. എങ്കിലും ദൈവമേ, ഞാനതു മറന്നു, നിന്നെ അറിയാതെ നടന്നു, നിന്നെ അറിയാതെ നടന്നു. ദൈവമേ, ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്തു കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ, പാപിയാണു ഞാൻ. എൻ്റെ കർത്താവിൻ്റെ ദൈവമേ, ഈ ആരാധന അവസാനിക്കാറാകുമ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ ഉള്ള എല്ലാവരെയും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഇവരെല്ലാവരെയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയിൽ വിശ്വസിക്കുവാനും അങ്ങാണ് ഞങ്ങളെ നയിക്കുന്നതെന്ന് വിശ്വസിക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നെൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പാപത്തെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയാണ്. പാപത്തെ എങ്ങനെ വിശുദ്ധിയാക്കി ജീവിക്കാമെന്നാണ് പലരും ചിന്തിക്കുന്നത്. പാപം അങ്ങയോടുള്ള വിധേയത്വമില്ലായ്മയാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ശാപമെന്ന് ആമോസ് പ്രവാചകൻ വഴി അങ്ങ് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ പാപത്തെ പാപമായി കാണുവാനും തിന്മയെ തിന്മയായി കാണുവാനും വിശുദ്ധിയെ വിശുദ്ധിയായി കാണുവാനുള്ള ഭാഗ്യം തന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന്, അതുവഴി ക്രിസ്മസിനുള്ള നല്ലൊരു ഒരുക്കമായി ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും അങ്ങ് ശുദ്ധീകരിക്കണമെന്ന് ഞങ്ങളെല്ലാവരും അങ്ങയോട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആശീർവാദം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങാം. തലകുമ്പിട്ട് കർത്താവിൻ്റെ ആശീർവാദം നിങ്ങൾ സ്വീകരിക്കണം. അവിടുന്ന് കൈകൾ നീട്ടി നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പാപങ്ങളും അവിടുന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. ക്ഷമിക്കുന്ന ദൈവമാണെന്ന്, സ്നേഹിക്കുന്ന ദൈവമാണെന്ന് ഈ ആശീർവാദം വഴി നിങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ബോധ്യപ്പെടുത്തുന്നു. വണങ്ങുക, സാഷ്ടാംഗം വീണു നാം ഏറ്റം മഹത്താമി കൂദാശയേ. നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം
സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവീനും ഔവിധം നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാപകമായി കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.